ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നും കുറച്ച് നല്ല നല്ല ടിപ്സുകളൊക്കെ ആയിട്ടാണ് ഞാനിന്നും വന്നിട്ടുള്ളത്. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും നിങ്ങൾ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീട്ടിലിങ്ങനെ പഠിപ്പും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് മോള് പറഞ്ഞത് നാളെ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ അമ്മച്ചിയെ പുസ്തകം പൊതിഞ്ഞ് കൊണ്ടെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഇവിടെയുള്ള പൊതി വെച്ചിട്ട് നമുക്ക് പുസ്തകങ്ങളൊക്കെ പൊതിയാലോ എന്ന് പറഞ്ഞു. അങ്ങനെ പുസ്തകങ്ങളൊക്കെ പൊതിഞ്ഞിങ്ങനെ റെഡിയായി നിൽക്കുമ്പോഴാണ് അതിനൊരു നെയിം സ്ലിപ്പ് ഒട്ടിക്കാനില്ല കേട്ടോ. നെയിം സ്ലിപ്പ് ഒട്ടിക്കാനില്ലാതായപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് ചെയ്യും, നാളാണെങ്കിൽ കൊണ്ടുപോയി കൊടുക്കും വേണമല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്കൊരു ഐഡിയ മനസ്സിലായത്. ഒരു A4 എടുത്തിട്ട് 4 പീസാക്കിയിട്ട് ഓരോ പീസിൽ ഞാൻ പേരെഴുതിട്ടോ, മോളെ പേരും എഴുതി, ക്ലാസ്സും എഴുതി, വിഷയം എഴുതി. എന്നിട്ടൊരു ഇൻസുലേഷൻ ടാപ്പ് എടുത്തിട്ട് ഞാനിതാ ആ പുസ്തകത്തിൻ്റെ മേലെ വെച്ചിട്ട് അത് നന്നായി ഒന്നാണ്ട് ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മളെ മക്കളെടുത്തുനിന്ന് അത് കേട് വരില്ല, പേര് എഴുതിയിട്ട് നന്നായി നമുക്കതവിടെ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അവിടെ നിന്നോളും. അപ്പം അത്യാവശ്യ ഘട്ടങ്ങളിൽ നെയിം സ്ലിപ്പൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ആരും വിഷമിക്കേണ്ട, നമ്മളെ മക്കൾക്കും ടെൻഷൻ വേണ്ട. പേര് എഴുതി ഒട്ടിച്ചിട്ട് അതിൻ്റെ മേലൊരു ഇൻസുലേഷൻ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ആവശ്യങ്ങൾ നടക്കും കേട്ടോ. ഒരുപാട് കാലം അത് കേടുവരാതെ നമുക്ക് കൊണ്ട് നടക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് നമ്മളെ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻസുലേഷൻ ടേപ്പ് ഒരറ്റം അതിൻ്റെ അവസാന ഭാഗം ഒന്ന് മടക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തതിൽ നമുക്ക് എടുക്കുമ്പോൾ ആ ഭാഗം പിടിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. മറ്റ് നമുക്കത് കിട്ടൂല. പിന്നെ ടൈം ടേബിളൊക്കെ ഞാൻ ഇതുപോലെ തന്നെ ഒരു പേപ്പറിൽ എഴുതിയിട്ട് അവർ പഠിക്കുന്ന മേശൻ്റെ സൈഡിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും ഇൻസുലേഷൻ ടേപ്പ് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എല്ലാവരൊക്കെ ഇങ്ങനെ എളുപ്പമാകാനും വേണ്ടിയിട്ട് നമ്മളെ മക്കളെ പഠിപ്പിലേക്കൊക്കെ ഇതൊരു പ്രയോജനമാകാനും വേണ്ടിയിട്ടൊക്കെ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കേണ്ടി. മക്കളവിടെ ടൈം ടേബിൾ നോക്കിയിട്ട് പുസ്തകങ്ങളൊക്കെ എടുത്ത് വെച്ചോളും. അവരെ സ്വന്തമായിട്ട് ഓരോന്ന് ചെയ്യിപ്പിക്കണം. അതിന് ഇങ്ങനത്തെ എളുപ്പ വഴികളൊക്കെ നമുക്ക് ചെയ്തു നോക്കാം. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, രാവിലെ ആകുമ്പോഴേക്കും നമ്മളെ പണികളൊക്കെ എളുപ്പമാകണമെങ്കിൽ, അതായത് അവരെ യൂണിഫോമും കാര്യങ്ങളൊക്കെ തലേന്ന് തന്നെ നമ്മൾ ഇസ്തിരി ഇട്ടിട്ട് നല്ലൊക്കെ റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ അവരെ എണീപ്പിച്ച് കുളിപ്പിച്ച് നമുക്ക് ഡ്രസ്സൊക്കെ വേഗം മാറ്റിയിട്ട് അപ്പോഴേക്കും നമുക്ക് ചായ ഉണ്ടാക്കി കൊടുക്കാം, എല്ലാം ചെയ്തു കൊടുക്കട്ടോ. എന്നാലും നമുക്ക് സമയം ബാക്കിയായിരിക്കും. ഇവിടെ 6 മണിക്ക് ഒരാൾ പോകാനുണ്ട്, 7:30 മണിക്ക് ഒരാൾ പോകാനുണ്ട്, പിന്നെ ആ മദ്രസ വിട്ട് വന്നതിന് ശേഷം 10 മണിക്ക് ഒരാൾ പോകാനുണ്ട്, 10:30 മണിക്ക് ഒരാൾ പോകാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ പണികളൊക്കെ എളുപ്പമാക്കാനും വേണ്ടിയിട്ട് ഞാൻ തലേന്ന് തന്നെ ഇങ്ങനെയൊക്കെ റെഡിയാക്കി വെക്കും കേട്ടോ. രാവിലെ എണീറ്റിട്ട് ഇതൊക്കെ റെഡിയാക്കാൻ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയായാലും നമുക്ക് അവരെ സ്കൂളിൽ പോകാൻ എങ്ങനെയായാലും നേരം വൈകും, എല്ലാം കൂടി പോകായിരിക്കും കേട്ടോ. അങ്ങനെ തലേന്ന് തന്നെ എല്ലാവരും ഇതുപോലെ ഓരോരോ പണികൾ എടുത്ത് വെച്ച് നോക്കി. അപ്പോൾ നമ്മളെ പണികളൊക്കെ സിമ്പിളായിട്ട് നമുക്ക് കഴിഞ്ഞു പോകും. കുട്ടികൾക്കും തന്നെ നല്ലൊരു ആശ്വാസം ഉണ്ടാവും കേട്ടോ. അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. ഞാനിവിടെ വെള്ളിയാഴ്ചയാണ് ഇറച്ചിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് വെള്ളത്തിൽ നന്നാക്കി ഒന്ന് നല്ല പീഞ്ഞെടുത്ത് കഴുകി വൃത്തിയാക്കി ആദ്യത്തെ ആ വെള്ളം ഉണ്ടല്ലോ അത് ഞാൻ ഇതുപോലെ ഊറ്റി വെച്ചിട്ട് നമ്മളെ കറിവേപ്പിലക്കും നമ്മളെ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു വളമാണ് കേട്ടോ. ഈ ഇറച്ചിയുടെ വെള്ളം നല്ല തഴച്ച് വളരും. അപ്പോൾ ഞാൻ മഴയാണ് പുറത്ത്, അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒഴിക്കുള്ളൂ. ഫോണും കൊണ്ടുപോയി വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ഇതിൻ്റെ ഈ വെള്ളം ഞാൻ കറിവേപ്പിലക്കൊക്കെ ഒഴിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. വെറുതെ അങ്ങോട്ട് വേസ്റ്റിലേക്കാണ്ട് ഒഴിക്കണ്ട. ഇതും നമുക്കൊരു ആവശ്യമുള്ളൊരു സംഭവമായി മാറും കേട്ടോ. അടുത്ത
ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ ടാൽക്കൻ പൗഡർ ഉണ്ടല്ലോ, നമ്മളെ മുഖത്തൊക്കെ ഇടുന്ന പൗഡർ കൊണ്ട് ചില ഉപയോഗങ്ങളുണ്ട്. അതൊന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കല്ലുപ്പാണ് ഏറ്റവും ഉത്തമം കേട്ടോ. കല്ലുപ്പ് എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് പൊടിപ്പ് ലേശം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പൗഡർ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അടപ്പ് മൂടി വെച്ചതിന് ശേഷം ഇതാ അതിനൊരു 3-4 ഹോൾസ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് റൂമിലോ ബാത്റൂമിലോ എല്ലായിടത്തും കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നല്ല ഒരു സ്മെല്ലായിരിക്കും കേട്ടോ. റൂമൊന്നും ബാഡ് സ്മെല്ലുണ്ടാവില്ല. അടുത്ത ടിപ്പിലേക്ക് പോകാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് ഇതാ പൗഡർ, ആ പോൺസിൻ്റെ പൗഡർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേറൊരു പൗഡറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന പൗഡറാണ്. അപ്പോൾ അതൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് കുറച്ചിട്ടിട്ട് ഇതാ നന്നായി ഒരു തിളച്ച വെള്ളമാണ് കേട്ടോ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഒരു ബോട്ടിലേക്ക് ഒഴിച്ചിട്ട് ആ ബോട്ടിലിന് ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ സുഖമാണ്, സ്പ്രേ ചെയ്യാൻ ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് അതില്ലാത്തത് കൊണ്ട് ഞാൻ അതിൻ്റെ അടപ്പിനും 2-3 ഓട്ടാക്കിയിട്ട് ഇതാ അതിങ്ങനെ ബാഡ് സ്മെല്ലുള്ളിടത്തും ഒക്കെ ഇങ്ങനെ കുടഞ്ഞു കൊടുത്ത് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ കർട്ടനിലും ഒക്കെ ഇതാ ഞാനതൊക്കെ ഒന്ന് പൂശി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. നമ്മളെ റൂമിലേക്കൊക്കെ ചെല്ലുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്. അതുകൊണ്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെയ്സലിനും ഒക്കെ നമുക്കൊരു ബാഡ് സ്മെല്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ മതി. ഒന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ബാഡ് സ്മെല്ലൊക്കെ പോയിട്ട് നല്ല സ്മെല്ലായി മാറും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ടിപ്പിലേക്ക് പോകാം. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു 4-5 പീസ് പേപ്പർ എടുത്തിട്ട് അതിലേക്ക് കുറേശ്ശെ പൗഡർ തട്ടി കൊടുത്തിട്ട് നമുക്ക് എവിടെയാണോ ബാഡ് സ്മെല്ലുള്ളത് അവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല സ്മെല്ലുണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ വെക്കുന്നത് ബെഡ്ഷീറ്റുകളൊക്കെ മടക്കി വെച്ച അതിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ മഴയൊക്കെ ആകുമ്പോൾ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ ശരിക്കും ഉണങ്ങാത്തൊരു സ്മെല്ലുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് അൽമറയിലേക്ക് മടക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്മെല്ല് കിട്ടും കേട്ടോ. ആ ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടുക. എല്ലാവരും ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ കുട്ടികളെ സ്കൂൾ ബാഗിലായാലും എല്ലായിടത്തും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മക്കൾ ആ ബാഗിൻ്റെ ഉള്ളിൽ ആ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറി കിട്ടും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും നല്ല ഉപകാരമുള്ളൊരു ടിപ്പാണിത്. അപ്പോൾ നമ്മൾ പൗഡർ മുഖത്തിടാൻ മാത്രമല്ല ഇങ്ങനത്തെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ഞാൻ കാണിച്ചു തന്ന എല്ലാ ടിപ്പുകളും ഒന്ന് ഉപയോഗിച്ച് നോക്കൂ. എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കണേ. ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം. നമ്മൾ തറയിലൊക്കെ വെളിച്ചെണ്ണ പോയി കഴിഞ്ഞാൽ അത് നമ്മൾ കൈകൊണ്ടോ ഒരു ശീല കൊണ്ടോ തുടച്ചെടുത്താൽ നല്ല ക്ലീനായി കിട്ടില്ല. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ലേശം പൗഡർ കുടഞ്ഞു കൊടുത്തിട്ട് ഇതാ ഒരു കോട്ടൺ തുണി കൊണ്ട് നന്നായി ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നല്ല ക്ലീനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് ഉപയോഗമുള്ള ടിപ്സുകളാണ്. എല്ലാവരും ഒന്ന് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്താൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തുടർന്നും ഇനിയും നല്ല വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.